ഹലോ, അപ്പോൾ ഇതാ എന്താ എല്ലാവർക്കും വിശേഷം. ഇന്നതാ നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം കുറച്ച് അത്യാവശ്യം മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ആരുള്ള ടൈപ്പ് മാങ്ങയാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കുക. എല്ലാവർക്കും അറിയണവർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മൾ വെറുതെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് ഇത് പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുക. നമ്മളെ റെസിപ്പിയാണിത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് ഏകദേശം മാങ്ങ ഇങ്ങനെ വേവാൻ നേരത്ത് നമ്മൾ കുറച്ച് ശർക്കര ഒഴിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുക്കി വെച്ചത് നമ്മൾ കയ്യിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചേർത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണമെങ്കിലും അതിടാം, പുളി ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് കുറുക്കിയിട്ട് താവുണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. ചിലവർക്ക് നല്ല കുറുകിയ ടൈപ്പാണ്, ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയും ഉള്ളും അതേപോലെ ഇച്ചിരി ജീരകവും മുളകും കൂടി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരം കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ശർക്കര ഒരുക്കിയത് നമ്മൾ ഒഴിച്ചു ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരം പഞ്ചസാര ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഇതാ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടെടുക്കുന്നത് നല്ല കട്ട തൈരാണ്. അത് നമ്മൾ അടിച്ചിട്ടൊന്നുമില്ല, നല്ല കട്ട തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു താളിപ്പും കൂടി, അത്രേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, കടുകും അതേപോലെ തന്നെ ഉലുവയും വറ്റൽമുളകും വേപ്പിൻ്റെതും കൂടി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കണം, എന്നാലും ഉച്ചയാകുമ്പോഴത്തേനൊക്കെ ഒന്ന് സെറ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.